അധികം വൈകാതെ മൂത്ത മകൻ ആനന്ദകൃഷ്ണന്റെ കല്യാണം നടക്കുമെന്ന് വിശ്വസിക്കാം. ഉടൻ തന്നെ. ഈശ്വര, അതുടൻ നടക്കണേ. ഹലോ. ആ ഹലോ കിട്ടിയോളെ. അയ്യോ വല്യുഞ്ഞെ, എന്തൊക്കെയാ വിളിക്കണേ? ആരെങ്കിലും കേട്ടാ അത് മതി വിപ്ലവം നടക്കാൻ. എന്ത് വിപ്ലവം? ചേടാ അത് കൊള്ളാം. ഞാൻ കെട്ടിയ താലി കഴുത്തിലണിഞ്ഞ് നടക്കുന്നവളെ പിന്നെ എനിക്ക് സിസ്റ്റർ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പോരാത്തതിന് ഇപ്പൊ അമ്മ നിന്നെ ആരതി ഒഴിഞ്ഞ് നമ്മള് വലതുകാല് വെച്ച് അകത്തേക്ക് കയറുകയും ചെയ്തു. അങ്ങനെയാണ് നീ എന്റെ കെട്ടിയോളായത്. മനസ്സിലായോ? ആ അതുകൊണ്ട് ഇപ്പൊ എന്റെ പെണ്ണുമ്പിള്ള ഒരു കാര്യം ചെയ്യും. ഒരു നല്ല പുതിന ടീമായിട്ട് എന്റെ റൂമിലേക്ക് കയറുവാ. നല്ല സ്ട്രോങ് ആയിരിക്കണം സംഭവം, കേട്ടല്ലോ? അയ്യോ, ഇപ്പൊ പുതിന ടീ ആയിട്ട് വരാനോ? വല്യുഞ്ഞെ, അത് പിന്നെ ഒരു പിന്നെ ഇല്ല. ഇപ്പോ ഉടൻ. ഇത് നിന്റെ കഴുത്തിൽ താലി കെട്ടിയവന്റെ ഓർഡറാ. വേഗം വേണം, പെട്ടെന്നാവട്ടെ. ബി ക്വിക്ക്. ഹലോ വല്യുഞ്ഞെ. ഹിമമഴയായി വരൂ ഹൃദയം അണിവിരലാൽ തൊടൂ ഈ മിഴിയിണയിൽ സദാ പ്രണയം മഷിയെഴുതുന്നിതാ ശിലയായി നിന്നിടാം നിന്നെ നോക്കി യുഗമേറെ എന്റെ കൺചിമ്മിടാതെ എൻ ജീവനേ അകമേ വാനവില്ലിനേഴുവർണ്ണമായി ദിനമേ പൂവിടുന്നു നിൻ മുഖം അകലെ മാഞ്ഞിടാതെ ചേർന്നിതെന്നിൽ നീ എന്നോമലേ നീ ഹിമമഴയായി വരൂ ഹൃദയം അണിവിരലാൽ തൊടൂ. ഇതാര്? എന്റെ കെട്ടിയോളി പെണ്ണുമ്പിള്ളയല്ലേ? വാ കേറി വാ, കേറി വാ, കേറി വാ. ദേവി, ഇത് ഇങ്ങനൊന്നും വിളിക്കില്ല വല്യുഞ്ഞെ. ഇതെങ്ങനെ ആരുടെങ്കിലും ചെവിയിലെത്തി തീർന്നുവല്ല. എന്ത് തീരാൻ? അങ്ങനെ സംഭവിച്ചാ തീരെയല്ല, അവിടെ തുടങ്ങുകയുള്ളൂ നമ്മുടെ ജീവിതം. ടീ എടുത്തത് എന്റെ കെട്ടിയോളെ. കല്യാണി, നീ വെറുതെ ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട. എന്നായാലും നീ എന്റേതാ. അതാ എന്റെ വിശ്വാസം. ഇല്ല വല്യുഞ്ഞെ,
അത് വെറും ആഗ്രഹം മാത്രമാണ്. എന്നും ചിലതൊക്കെ നഷ്ടപ്പെടുത്തിയേ വിധി എല്ലാരെയും മുന്നോട്ട് കൊണ്ടുപോകൂ. ഒരു കാര്യം മാത്രം, ഈ ശരീരം കൊണ്ട് ഞാൻ എവിടേക്ക് യാത്ര പോയാലും ഈ മനസ്സ് എന്റെ വല്ലുകുഞ്ഞിനോടൊപ്പം നിഴൽ പോലെ കൂട്ടിനുണ്ടാവും. അത് മാത്രമേ വല്ലുകുഞ്ഞിനെ ഈ കല്യാണിക്ക് തരാൻ പറ്റൂ. അതൊക്കെ നല്ല കാര്യം. ഒപ്പം എനിക്കൊണ്ടൊരു കാര്യം പറയാം. ഞാൻ ഇനി എന്തൊക്കെ നഷ്ടപ്പെടുത്തിയാലും ഇനി അങ്ങോട്ടുള്ള എന്റെ യാത്രയിൽ എന്റെ കൈയും പിടിച്ച് നീ ഉണ്ടാവും എന്റെ കൂടെ. ഇതെന്റെ തീരുമാനം. ആരെയും തോൽപ്പിക്കാനല്ല, സ്വയം തോൽക്കാതിരിക്കാനുള്ള വാശി. നീ വേണം കൂടെ നിൽക്കാൻ. വേണ്ട, ആരെയും സങ്കടപ്പെടുത്തി നമുക്കൊന്നും നേടണ്ട വല്ലുകുഞ്ഞെ. നമ്മുടെ സങ്കടങ്ങള് നമുക്ക് മാത്രം മനസ്സിലാകുന്ന സങ്കടങ്ങളായി തുടരട്ടെ എന്നേ ഞാൻ പറയൂ. എന്റെ കല്യാണി, നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്? ജീവിതം സമം സങ്കടം എന്നല്ല, ജീവിതം സമം സന്തോഷം എന്നുകൂടി വല്ലപ്പോഴും നീ ചിന്തിക്കണം. ആ ചിന്തയാ നമ്മുടെ മനസ്സിനൊരു ഉന്മേഷം തരുന്നത്. ദേ, ഈ പുതിനറ്റി ശരീരത്തിന് തരുന്ന ഉന്മേഷം പോലെ. പ്ലീസ് തിങ്ക് പോസിറ്റീവ്, ഓക്കെ? കൃഷ്ണേട്ടാ, ഗുരുജി പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ഉടൻ ഇവിടെ ഒരു മംഗളകർമ്മം നടക്കുമെന്ന്. കേട്ടു. മംഗളമല്ലേ, ശുഭസ്യ ശീഘ്രമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം നല്ലതിനാവട്ടെ. സത്യം പറഞ്ഞ എന്റെ മനസ്സ് നിറഞ്ഞു കൃഷ്ണേട്ടാ. നമ്മുടെ ആനന്ദിന്റെ കല്യാണം ഉടനെ നടക്കുമെന്നാണല്ലോ അതിന്റെ അർത്ഥം. ഈ സന്തോഷ വാർത്ത എനിക്ക് തന്നെ എന്റെ മോനോട് പോയി പറയണം. നമ്മൾ സന്തോഷിക്കുന്നത് പോലെ ആനന്ദ് സന്തോഷിക്കട്ടെ അത് കേൾക്കുമ്പോ. പ്രത്യേകിച്ച് അത് അവന്റെ അമ്മയുടെ നാവിൽ നിന്നാവുമ്പോ. നീ തന്നെ ചെല്ല് അവന്റെ റൂമിലേക്ക്. ശരി, ഞാൻ ദേ ഇറങ്ങി. സുജാത മാഡം, ആനന്ദിനുള്ള ഫുഡ് ഒരു പാത്രത്തിലെടുക്ക. ഇന്ന് ഞാൻ ആഹാരം മുകളിൽ കൊണ്ടുപോയി കൊടുക്കാം എന്റെ മോന്. ശരി മാഡം. കെട്ടിയോളെ, നീ അങ്ങനെ അങ്ങ് പോയാലോ? ഞാൻ പുതിനാറ്റിയായിട്ട് വരുന്നത് സുജാതേച്ചി കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ടിപ്പോ ഒരുപാട് നേരമായി വല്ലുകുഞ്ഞെ. അതിന് ദേ, നിന്റെ കഴുത്തിൽ താലി കെട്ടിയവനാ ഞാൻ. എന്റെ വാക്ക് ധിക്കരിച്ചിട്ട് പോ നീ. എന്നാ പോയെ, കാണട്ടെ. കല്യാണി, ഇനിയെങ്കിലും നീ ഒന്ന് മനസമാധാനപ്പെട. എനിക്ക് ഉറപ്പാ, അമ്മ തീർച്ചയായിട്ടും നമ്മുടെ കല്യാണത്തിന് സമ്മതിക്കും. അതിനെനിക്കിപ്പം വേണ്ടത് നിന്റെ സപ്പോർട്ട് മാത്രമാ. ഇനിയെങ്കിലും നീ അതൊന്ന് മനസ്സിലാക്ക. കമോൺ കല്യാണി, ഇനി എന്തിനാ നിനക്ക് ഈ കൺഫ്യൂഷൻ? ഞാൻ ഇത്രയും സന്തോഷമുള്ള ഒരു കാര്യം പറഞ്ഞിട്ടും നിന്റെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ. എനിക്ക് എന്ത് പറയണം എന്നറിയില്ല വല്ലുകുഞ്ഞെ. ഞാൻ പോവാ, പിന്നെ വരാം. മാഡം, ഞാൻ മുകളിലേക്ക് കൊണ്ടുവരാം മാഡം. വേണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം. ശരി മാഡം. ശരി, നീ പൊയ്ക്കോ. പക്ഷേ ഒന്ന് സന്തോഷമായിട്ട് ഒന്ന് ചിരിച്ചിട്ടെങ്കിലും പൊയ്ക്കൂടെ നിനക്ക്? ജസ്റ്റ് എനിക്ക് വേണ്ടിയെങ്കിലും പ്ലീസ്. എന്റെ ദേവി, മാഡം വരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? വെറുതെ വെറച്ച് ടെൻഷനായിട്ട് കാര്യമില്ല.
നീ ആ ബാത്റൂമിലേക്ക് കയറിക്കോ. അമ്മ ബാത്റൂമിലൊന്നും കയറി നോക്കാൻ പോകുന്നില്ല. നീ വാ, കമോൺ. കേറ. ആ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. അയ്യോ, അമ്മ എന്തിനാ അമ്മ ഇതൊക്കെ എടുത്ത് ഇങ്ങോട്ട് വന്നത്? ഞാൻ താഴേക്ക് വരുമായിരുന്നല്ലോ. ഹേയ്, അതൊന്നും സാരമില്ല. ഞാൻ അന്യർക്കാർക്കും കൊണ്ടുവന്നില്ലല്ലോ. ഞാൻ എന്റെ മോനല്ലേ കൊണ്ടുവന്നത്. മാത്രമല്ല, ഒരു സന്തോഷ വാർത്ത എന്റെ മോനോട് പറയാനും കൂടിയാ അമ്മ വന്നത്. നീ ഇരിക്കും. സന്തോഷ വാർത്തയോ? അതമ്മേ ഇപ്പൊ അമ്മ നേരിട്ട് വന്ന് പറയാൻ തക്ക ഒരു സന്തോഷ വാർത്ത. അതിനു മുൻപ് നീ ആഹാരം കഴിക്കും. ഏയ് നോ, വേണ്ട. ഇന്ന് എന്റെ മോനെ അമ്മ എടുത്തു തരും. സന്തോഷം കൊണ്ടാ. ആ, അമ്മ ആ സന്തോഷ വാർത്ത പറഞ്ഞില്ലല്ലോ. ഈ തൃച്ചംബരം വീട്ടിൽ ഒരു മംഗളകാര്യം നടക്കാൻ പോകുന്നു. നിനക്ക് കല്യാണ സമയമായെന്ന് ഗുരുജി പറഞ്ഞു. ഹാപ്പി അല്ലേ? കല്യാണിയുടെ കല്യാണം വീണ്ടും മുടങ്ങിയല്ലോ എന്ന വിഷമത്തിലിരുന്ന എനിക്ക് നിന്റെ കല്യാണ സമയമായി എന്ന് ഗുരുജി പറഞ്ഞത് ഒരു വലിയ ആശ്വാസമായി മോനെ. നിനക്കറിയാമോ, കെട്ടാൻ പോകുന്ന ചെറുക്കൻ മദ്യപിച്ച് റോഡിൽ കിടന്ന് തല്ലുകൊള്ളുന്നവനാണെന്ന് അറിഞ്ഞാൽ ഒരു പെണ്ണും അവനുമായിട്ടുള്ള കല്യാണത്തിന് തയ്യാറാവില്ല. ഇവിടെ അവന് മറ്റൊരു ഭാര്യയുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും എനിക്ക് വേണ്ടി, എന്റെ വാക്കും വരവും നിറവേറാൻ വേണ്ടി ജീവിതം വരെ ഹോമിക്കാൻ തയ്യാറായവളാ കല്യാണി. ആ നല്ല മനസ്സ് ദൈവം കണ്ടു. അതാ അവൾക്കൊരാപത്തും വരുത്താതെ ഈ കല്യാണം മുടക്കിയത്. ഇനിയിപ്പോ അവൾക്കും നല്ലൊരു കല്യാണം നടത്തി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. മാഡം എന്നോട് കാണിക്കുന്ന കരുതലിന് ഞാൻ തിരിച്ചു വഞ്ചനയാണല്ലോ ദൈവമേ പകരം നൽകുന്നത്. പക്ഷേ ഇപ്പൊ നിനക്ക് കല്യാണ സമയമായതുകൊണ്ട് അമ്മ ആദ്യം നിന്റെ കല്യാണം നടത്താനാ തീരുമാനിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി മറ്റെന്തും. ആക്കില്ല, ഫോൺ എടുക്കാതെയാണല്ലോ പോയത്. ഹലോ, ഷീസ് നോട്ട് ഹിയർ. ക്യാൻ യു കോൾ ആഫ്റ്റർ സം ടൈം? ഓ, ഇറ്റ്സ് അർജന്റ്. ഓക്കെ, ദെൻ ജസ്റ്റ് ഹോൾഡ് ഓൺ ഫോർ എ മിനിറ്റ്. എന്താ മോനെ, ഞാൻ നിന്റെ കല്യാണക്കാര്യത്തെ കുറിച്ച് സംസാരിച്ചിട്ടും നിനക്കൊരു സന്തോഷമില്ലാത്തത്? നീ എന്താ ഒന്നും മിണ്ടാത്തെ? അത് പെട്ടെന്ന് അമ്മ ഒന്ന് കല്യാണം എന്നൊക്കെ പറഞ്ഞപ്പോ അത് ഞാനങ്ങനെ. നിന്റെ അവസ്ഥ എനിക്കറിയാം. സാരമില്ല, എല്ലാം ശരിയാവും. ഒരു മിനിറ്റ്, അമ്മ കൈ കഴുകിയിട്ട് വരാം മോനെ. അഖിലേ, ആ ദാ ഫോൺ. ഓഡിറ്റേഴ്സ് ഓഫീസിൽ നിന്നാ, വെരി അർജന്റ്. നീ ഫോൺ താഴെ വെച്ചിട്ടല്ലേ വന്നത്? ആ, ഓഫീസർ ലൈനിലുണ്ട്, സംസാരിക്കും. എന്ത് ഓഡിറ്റ് സംബന്ധമായ മാറ്ററാണ്. ഓ, ഹലോ, നമസ്കാരം സർ. ഏയ് വേണ്ട വേണ്ട, നോ 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 നോ. ഏയ് അങ്ങനെ വരില്ല. ഐ എം ഷുവർ, ഡാം ഷുവർ. ആ അല്ല, ഏയ് സാർ അങ്ങനെയല്ല. ലെഡ്ജർ നോക്കിയാൽ അറിയാൻ പറ്റും.
ഏയ് വേണ്ട വേണ്ട, ഞാൻ എന്റെ അക്കൗണ്ടന്റിനെ അങ്ങോട്ട് അയക്കാം. ഓക്കെ. ശരി. കല്യാണി വാ. മാഡം പോയോ? ഇല്ല, അമ്മ പുറത്തിറങ്ങി ഫോൺ ചെയ്തോണ്ടിരിക്കുക. മറ്റൊന്നും ശ്രദ്ധിക്കില്ല, നീ വാ. അയ്യോ വല്യൂനെ, മാഡം കണ്ട? അമ്മ കാണില്ല. നീ എന്റെ ഈ വശത്തുകൂടി പോയാ മതി. വാ, എന്റെ പുറകെ വന്നിക്ക. വേഗം വാ. വാ. ഇറങ്ങി വാ. ചെല്ല. പോ പോ പോ. ഓക്കെ, I'll call back. ആനന്ദേ, ഈ ഫോണൊന്ന് പിടിക്ക്. കൈ ഉണങ്ങി. ആ. ആനന്ദ്, നമ്മൾ കല്യാണത്തെ കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? ആ അതെ അമ്മേ. നിന്റെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ കല്യാണിക്ക് ചെറുക്കനും നോക്കണം. അതിന് ഞാൻ ബ്രോക്കറോട് വരാൻ പറഞ്ഞിരിക്കുക. അയ്യോ, കൃഷ്ണേട്ടനോടൊരു കാര്യം പറയാൻ മറന്നു. അമ്മ ഇപ്പൊ വരാൻ കേട്ടോ. കർക്കിടക മാസത്തിലെ തിരുവോണത്തിന്റെ പേര് പിള്ളേരോണം എന്നായിരുന്നു. പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് സൂക്ഷം 25 ദിവസം മുമ്പാണ് പിള്ളേരോണം. അതൊരു ചെറിയ ഓണമാണ്. 19 കൊല്ലം മുൻപ് പിള്ളേരും വലിയവരും ചേർന്നാണ് പിള്ളേരോണം ആഘോഷിക്കുന്നത്. 19 ദിവസം, 20 ദിവസം, 21 ദിവസം എന്നിങ്ങനെയാണ് ഓണത്തിന്റെ നാളുകൾ എണ്ണുന്നത്. ഇനിയും 15 ദിവസമേ ഉള്ളൂ. ഓണം ആഘോഷിക്കാൻ ഇനി എന്തൊക്കെ ഒരുക്കങ്ങളുണ്ട്. കാണം വിറ്റും ഓണം ഉണ്ണണം എന്നതാണ് പഴമൊഴി. ഓണത്തിന് പ്രത്യേകം എല്ലാ വീട്ടിലും കഴിവനുസരിച്ച് നെല്ലും പണവും കരുതി വച്ചിരിക്കും. ചേച്ചി, എന്തു പറ്റി? ചേച്ചിക്ക് എന്തോ ഒരു വിഷമം പോലെ. ആ വിലാസിനി മാഡം വല്ലോം ചേച്ചി ഉപദ്രവിച്ചോ? നോക്കിക്കോ, എന്റെ കൺട്രോൾ പോകുന്നൊരു ദിവസം ഞാൻ ആ പൂതനെ ഈ കൈകളിൽ ഇട്ടിങ്ങനെ കഷക്കി 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 കൊന്ന് ചാറെടുക്കും. ഏയ്, അതൊന്നും അല്ല നീങ്കുട്ട. നീ വെറുതെ ഓരോരോ ശാപങ്ങൾ പറയണ്ട. പിന്നെന്താ പ്രശ്നം? ആ ഫ്രോഡ് മുംബൈക്കാരനായിട്ടുള്ള കല്യാണം മുടക്കിയതിന്റെയാണോ ചേച്ചിയുടെ വിഷമം? എങ്കിൽ നമുക്ക് അയാളെ തിരിച്ചു വിളിക്കാം. പോടാ അവിടുന്ന്. പിന്നെന്താ കുഴപ്പമെന്ന് പറ. അത് വേറൊന്നുമല്ല. ഗുരുജി വന്നിട്ട് വല്യുവിന് കല്യാണ സമയമായെന്ന് പറഞ്ഞു. അപ്പം മുതല് അഖിലമ്മയുടെ അവിടെ വല്യുവിന് പെണ്ണന്വേഷിച്ച് തുടങ്ങിയിരിക്കുക. എന്നിട്ട് അഖിലമ്മയോട് വല്യുവിനൊന്നും പറഞ്ഞില്ലേ? വല്യുവിന് എന്തു പറയാനാ? വല്യുവിന് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. വെരി ഗുഡ്. പിന്നെന്തിനാ ചേച്ചി വിഷമിക്കുന്നത്? അതെ എനിക്ക് മനസ്സിലാവത്തെ.
അതല്ല അനിയൻകുട്ട. അഖില മാഡത്തിനെ ധിക്കരിച്ച് ഞാൻ ഒരു കാലത്ത് ഒന്നും ചെയ്യില്ല. പക്ഷേ എനിക്ക് വലിയൊന്നില്ലാത്തൊരു ജീവിതത്തിനെ കുറിച്ച് ആലോചിക്കാൻ വയ്യ. അതുകൊണ്ട്